ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഷാജു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുതുക്കാട് കുറുമാലി പുഴയുടെ തീരത്ത് ഉള്ള ഒരു ഫാം ഹൗസിലേക്കാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് 10ാം ക്ലാസ് 5 മുതൽ 10 വരെ പഠിച്ച സ്കൂൾ മേറ്റ്സിൻ്റെ ഒരു സംഘമാണ് ഇവിടെ. ഈ കുറുമാലി പുഴയോരത്ത് ഈ ഫാം ഹൗസിൽ ഞങ്ങൾ ഈ സൺഡേ ഒത്തുകൂടുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഫാം ഹൗസിൻ്റെ ബാക്കിലായിട്ടാണ് കുറുമാലി പുഴ ഒഴുകുന്നത്. അപ്പോൾ ഈ വഴി അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കിലൊരു എല്ലാവരും ഒത്തുകൂടാനുള്ളൊരു ചെറിയൊരു ഷെഡ് പോലെയുള്ള ഒരു സംഭവം. അവിടെ ഇരുന്നിട്ടാണ് കലാപരിപാടികൾ, പാട്ട്, ഡാൻസ്. അതാ കുറുമാലിപ്പുഴ കണ്ടില്ലേ, ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളൊരു 10 മണിയോടുകൂടി തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തൃശ്ശൂരിൽ നിന്ന് ആണ് അധികം പേരും. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുണ്ട്. അതേപോലെ കോഴിക്കോട് നിന്ന് ട്രെയിൻ പിടിച്ച് വന്നിട്ടുള്ള ആളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പഴയ ആ ചെറുപ്പകാലത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോയിരിക്കാനുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ പുഴയുടെ തീരത്തുള്ള ഈ ഒരു ഫാം ഹൗസ്. ഇത് ഇതുപോലെ തന്നെ വാടകയ്ക്ക് ഇനി കൊടുക്കുന്ന പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പറമ്പും പിന്നെ വേറെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടിയിട്ടാണത്. നല്ല ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. എന്തായാലും ചെറിയ സൗണ്ടും പാട്ടൊക്കെ വെച്ചാലും അങ്ങനെ ശല്യമൊന്നുമില്ല മറ്റ് അയൽവാസികൾക്കൊന്നും. അപ്പോൾ ഇതാണ് കണ്ണൻ, ഇദ്ദേഹത്തിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി. അതുപോലെ ഇത് രദീപ്, അദ്ദേഹം കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ആളാണ്. ജീസൻ, സമി, സന്തോഷ്, അതുപോലെ റോബി, ഷൈജു, അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നുണ്ട്. ഇത് രദീപ് ഭക്ഷണ കാര്യങ്ങൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം എല്ലാവരും നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് സഹകരിച്ച്. സബോള, ഉള്ളി, വെളുത്തുള്ളി, തക്കാളി തുടങ്ങിയ സലാഡ് മേക്കിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ട് മൂന്ന് പേര് കാറുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും വണ്ടിയും കൊണ്ടുവന്നിട്ടില്ല. തൃശ്ശൂർ ഒത്തുകൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അടിപൊളി സെറ്റപ്പാണ്. ജീസനൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെ കുക്കിങ്ങിൻ്റെ ഒരു മൂഡാണ് ഇപ്പോൾ. കുക്കിങ്, അത് കഴിഞ്ഞാൽ ഗാനമേള, ഫുഡടി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജീസന്റെ ഒരു ബർത്ത്ഡേ ഉണ്ട്. ആളുടെ ബർത്ത്ഡേ ആഘോഷമുണ്ട്. അപ്പം അതിൻ്റെ പരിപാടികളാണ്. അഡ്മിൻ ഷൈജുവിൻ്റെ ഒരു പ്രസംഗം, തുടർന്ന് ജീസന്റെ മറുപടി, കേക്ക് കട്ടിങ്. കേക്ക് വന്നിരിക്കുകയാണ്. ഒരു സർപ്രൈസായി ജീസന് ബർത്ത്ഡേ ആണ് എന്നാൾ പറഞ്ഞിരുന്നില്ല. പക്ഷെ FB-ലും ഒക്കെ ഇപ്പോൾ അറിയാലോ ബർത്ത്ഡേ ആണ് നമുക്ക്. അപ്പം അങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് പുള്ളിക്ക് പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ആള്. ആൾക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ആഘോഷം. സുധീം ഷൈജുവാണ് അതിൻ്റെ സൂത്രധാരന്മാരെ.
അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും എല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ ഓരോരുത്തരുടെ പാട്ടുകൾ സോളമൻ്റെ ഒരു പാട്ട്, അങ്ങനെ വളരെ രസകരമായിരുന്നു. പാട്ട് ഒരു സൈഡിൽ പാട്ട് കേൾക്കുമ്പോൾ അപ്പുറത്ത് ചൂണ്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻ ചൂണ്ടാനുള്ള പരിപാടി. അപ്പോൾ 2-3 പേര് ചൂണ്ടാനുള്ള പരിപാടിയിലേക്ക് പുഴയിലോടേക്ക് പോയിരിക്കുകയാണ്. കണ്ണൻ, അതുപോലെ തന്നെ സന്തോഷ്. മീനൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചു നേരം വെയിലത്ത് നിന്ന് ചൂണ്ടി എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും ഒരു ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലിംഗാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കണ്ണൻ്റെ ഫാമിംഗ് ഉണ്ട്, അവിടെ മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടേക്ക് ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്തു. നെറ്റൊക്കെ ഇട്ടിട്ടാണ്. ഈ നെറ്റിൻ്റെ മഴ പെയ്ത് വെള്ളം കയറുമ്പോഴേ ഈ മീനുകൾ പോവാതിരിക്കാൻ വേണ്ടി കുളത്തിന് ചുറ്റും നെറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പം ആ നെറ്റ് പൊന്തിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ കഴിഞ്ഞ വർഷം വെള്ളം കയറിയപ്പോൾ അവർക്കൊരു മീനുകൾ നഷ്ടപ്പെട്ടു കുറച്ച്. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം അവർ 2 പേരുണ്ട് പാർട്ട്നേഴ്സ്. അവർ കണ്ണനും പാർട്ട്ണറും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളതാണ്, മീനുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. നട്ടർ, അതുപോലെ തന്നെ രോഹു ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ മീനുകൾ. അങ്ങനെ പാട്ടുകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാനഘട്ട പാട്ടുകൾ ഉച്ചതിരിഞ്ഞ് 6 മണിയായി, സൂര്യാസ്തമയാവാറായി. അങ്ങനെ പഴയകാല വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ, സ്കൂൾ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് ഒരു സന്ധ്യ കടന്നുപോയിരിക്കുകയാണ്. എന്നെന്നും ഞങ്ങളുടെ മനസ്സിൽ മാറ്റിവെക്കുവാനായ ഒരു സന്ധ്യ. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താല്പര്യമായ ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ.